പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയൊരുക്കും. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്ന് ഏത് പ്രവചന പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ എ സങ്കീർത്തനങ്ങൾ, ഓപ്ഷൻ ബി യെഹെസ്കേൽ, ഓപ്ഷൻ സി യെശയ്യാവ്, ഓപ്ഷൻ ഡി ഇരമ്യാവ്. ഉത്തരം ഓപ്ഷൻ സി യെശയ്യാവ്. മർക്കോസ് 1:3. രണ്ടാമത്തെ ചോദ്യം: ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചിരുന്ന വ്യക്തി ആര്? ഓപ്ഷൻ എ നിക്കോദിമോസ്, ഓപ്ഷൻ ബി പത്രോസ്, ഓപ്ഷൻ സി സക്കായി, ഓപ്ഷൻ ഡി യോഹന്നാൻ. ഉത്തരം ഓപ്ഷൻ ഡി യോഹന്നാൻ. മർക്കോസ് 1:6. മൂന്നാമത്തെ ചോദ്യം: യോഹന്നാൻ കഴിച്ചിരുന്ന ഭക്ഷണം എന്തൊക്കെ? ഓപ്ഷൻ എ പഴവർഗ്ഗങ്ങൾ, ഓപ്ഷൻ ബി വെട്ടുക്കിളിയും കാട്ടുതേനും, ഓപ്ഷൻ സി അത്തിപ്പഴം, ഓപ്ഷൻ ഡി പുളിപ്പില്ലാത്ത അപ്പം. ഉത്തരം ഓപ്ഷൻ ബി വെട്ടുക്കിളിയും കാട്ടുതേനും. മർക്കോസ് 1:6. നാലാമത്തെ ചോദ്യം: യേശു ആരാലാണ് സ്നാനമേൽക്കപ്പെട്ടത്? ഓപ്ഷൻ എ യോഹന്നാൻ, ഓപ്ഷൻ ബി മഹാപുരോഹിതൻ, ഓപ്ഷൻ സി സെഖര്യാവ്, ഓപ്ഷൻ ഡി ശമൂവേൽ. ഉത്തരം ഓപ്ഷൻ എ യോഹന്നാൻ. മർക്കോസ് 1:9. അഞ്ചാമത്തെ ചോദ്യം: യേശു എവിടെയാണ് സ്നാനമേറ്റത്? ഓപ്ഷൻ എ ഗലീലക്കടൽ, ഓപ്ഷൻ ബി ഗന്നസരേത്ത്, ഓപ്ഷൻ സി കെരീത്ത്, ഓപ്ഷൻ ഡി യോർദാൻ. ഉത്തരം ഓപ്ഷൻ ഡി യോർദാൻ. മർക്കോസ് 1:9. ആറാമത്തെ ചോദ്യം: സ്നാനമേറ്റ ശേഷം ആത്മാവ് ഏതു രൂപത്തിലാണ് യേശുവിൻ്റെ മേൽ വന്നത്? ഓപ്ഷൻ എ തീ പോലെ, ഓപ്ഷൻ ബി പിളർന്ന നാവ് പോലെ, ഓപ്ഷൻ സി പ്രാവ് പോലെ, ഓപ്ഷൻ ഡി കാറ്റുപോലെ. ഉത്തരം ഓപ്ഷൻ സി പ്രാവ് പോലെ. മർക്കോസ് 1:10. ഏഴാമത്തെ ചോദ്യം: സ്നാനമേറ്റ ശേഷം എവിടേക്ക് പോകുവാനാണ് ആത്മാവ് യേശുവിനെ നിർബന്ധിച്ചത്? ഓപ്ഷൻ എ സ്വർഗത്തിൽ, ഓപ്ഷൻ ബി മരുഭൂമിയിൽ, ഓപ്ഷൻ സി കൊട്ടാരത്തിൽ, ഓപ്ഷൻ ഡി ഭവനത്തിൽ. ഉത്തരം ഓപ്ഷൻ ബി മരുഭൂമിയിൽ. മർക്കോസ് 1:12. എട്ടാമത്തെ ചോദ്യം: യേശു മരുഭൂമിയിൽ എത്ര നാൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 21 ദിവസം, ഓപ്ഷൻ ബി 7 ദിവസം, ഓപ്ഷൻ സി 40 ദിവസം, ഓപ്ഷൻ ഡി 14 ദിവസം. ഉത്തരം ഓപ്ഷൻ സി 40 ദിവസം. മർക്കോസ് 1:13. ഒൻപതാമത്തെ ചോദ്യം: ശീമോൻ്റെ സഹോദരൻ്റെ പേര് എന്ത്? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി സെബദി, ഓപ്ഷൻ സി യാക്കോബ്,
ഓപ്ഷൻ ഡി ആന്ത്രയാസ്. ഉത്തരം ഓപ്ഷൻ ഡി ആന്ത്രയാസ്. മർക്കോസ് 1:16. 10ാമത്തെ ചോദ്യം. ശീമോൻ്റെയും അന്ത്രയാസിൻ്റെയും തൊഴിൽ എന്തായിരുന്നു? ഓപ്ഷൻ എ ചുങ്കം പിരിവ്, ഓപ്ഷൻ ബി മീൻപിടുത്തം, ഓപ്ഷൻ സി കൃഷി, ഓപ്ഷൻ ഡി ആടുമേയ്പ്പ്. ഉത്തരം ഓപ്ഷൻ ബി മീൻപിടുത്തം. മർക്കോസ് 1:16. 11ാമത്തെ ചോദ്യം. യാക്കോബിൻ്റെയും സഹോദരനായ യോഹന്നാൻ്റെയും പിതാവിൻ്റെ പേര് എന്ത്? ഓപ്ഷൻ എ സെബദി, ഓപ്ഷൻ ബി യായിറോസ്, ഓപ്ഷൻ സി ഷീമോൻ, ഓപ്ഷൻ ഡി യൂദ. ഉത്തരം ഓപ്ഷൻ എ സെബദി. മർക്കോസ് 1:20. 12ാമത്തെ ചോദ്യം. കുഷ്ഠം വിട്ടുമാറി ശുദ്ധി വന്ന കുഷ്ഠരോഗിയോട് ആരെ ചെന്ന് കാണിക്കുവാനാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ പിതാവിനെ, ഓപ്ഷൻ ബി യോഹന്നാൻ സ്നാപകനെ, ഓപ്ഷൻ സി സൈന്യാധിപനെ, ഓപ്ഷൻ ഡി പുരോഹിതന്. ഉത്തരം ഓപ്ഷൻ ഡി പുരോഹിതന്. മർക്കോസ് 1:44. 13ാമത്തെ ചോദ്യം. എവിടെ വച്ചാണ് പക്ഷവാതക്കാരനായ മനുഷ്യനെ മേൽപ്പുര പൊളിച്ച് തുറന്ന് കിടക്കയോടെ ഇറക്കി വച്ചത്? ഓപ്ഷൻ എ യെരൂശലേം, ഓപ്ഷൻ ബി ഗലീല, ഓപ്ഷൻ സി കഫർനഹൂം, ഓപ്ഷൻ ഡി ബഥാനിയ. ഉത്തരം ഓപ്ഷൻ സി കഫർനഹൂം. മർക്കോസ് 2:1-4 വരെ. 14ാമത്തെ ചോദ്യം. ചുങ്കസ്ഥലത്ത് ഇരിക്കുമ്പോൾ യേശു എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞ ലേവിയുടെ പിതാവ്? ഓപ്ഷൻ എ മൽക്കോസ്, ഓപ്ഷൻ ബി അൽഫായി, ഓപ്ഷൻ സി സെബദി, ഓപ്ഷൻ ഡി സക്കായി. ഉത്തരം ഓപ്ഷൻ ബി അൽഫായി. മർക്കോസ് 2:14. 15ാമത്തെ ചോദ്യം. നീതിമാന്മാരെയല്ല ആരെ വിളിപ്പാനാണ് യേശു വന്നത്? ഓപ്ഷൻ എ വിശുദ്ധരെ, ഓപ്ഷൻ ബി മാന്യന്മാരെ, ഓപ്ഷൻ സി പാപികളെ, ഓപ്ഷൻ ഡി ഉയർന്നവരെ. ഉത്തരം ഓപ്ഷൻ സി പാപികളെ. മർക്കോസ് 2:17. 16ാമത്തെ ചോദ്യം. യേശു എവിടെ വച്ചാണ് വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയത്? ഓപ്ഷൻ എ പള്ളിയിൽ, ഓപ്ഷൻ ബി വഴിയരികിൽ, ഓപ്ഷൻ സി കടൽക്കരയിൽ, ഓപ്ഷൻ ഡി വീട്ടിൽ. ഉത്തരം ഓപ്ഷൻ എ പള്ളിയിൽ. മർക്കോസ് 3:1. 17ാമത്തെ ചോദ്യം. യാക്കോബിനും അവൻ്റെ സഹോദരനായ യോഹന്നാനും യേശു ഇട്ട പേര്? ഓപ്ഷൻ എ ബെയൽസെബൂൽ, ഓപ്ഷൻ ബി സെബദി, ഓപ്ഷൻ സി കേഫ, ഓപ്ഷൻ ഡി ബൊവന്നേർഗസ്. ഉത്തരം ഓപ്ഷൻ ഡി ബൊവനേർഗസ്. മർക്കോസ് 3:17. 18ാമത്തെ ചോദ്യം. ബൊവനേർഗസ് എന്ന വാക്കിനർത്ഥം? ഓപ്ഷൻ എ അശുദ്ധാത്മാവ്, ഓപ്ഷൻ ബി ഇടിമക്കൾ, ഓപ്ഷൻ സി മീൻപിടുത്തക്കാർ, ഓപ്ഷൻ ഡി അനുഗമിക്കുന്നവൻ. ഉത്തരം ഓപ്ഷൻ ബി ഇടിമക്കൾ. മർക്കോസ്
3:17. 19 ചോദ്യം. യെരൂശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാർ യേശുവിൽ എന്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്? ഓപ്ഷൻ എ ബെയൽസെബൂൽ, ഓപ്ഷൻ ബി പരിശുദ്ധാത്മാവ്, ഓപ്ഷൻ സി ദൈവശക്തി, ഓപ്ഷൻ ഡി സമാധാനം. ഉത്തരം ഓപ്ഷൻ എ ബെയൽസെബൂൽ. മർക്കോസ് 3:22. 20 ചോദ്യം. ആർക്ക് നേരെ ദൂഷണം പറയുന്നവനാണ് ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകുന്നത്? ഓപ്ഷൻ എ ശിഷ്യന്മാർ, ഓപ്ഷൻ ബി പുരുഷാരം, ഓപ്ഷൻ സി പരിശുദ്ധാത്മാവ്, ഓപ്ഷൻ ഡി മഹാപുരോഹിതന്മാർ. ഉത്തരം ഓപ്ഷൻ സി പരിശുദ്ധാത്മാവ്. മർക്കോസ് 3:29. ഇന്നത്തെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. അതുവരെയും ദൈവം നമ്മെ സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.